ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 010/2023 M ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഓപ്ഷൻ ബി ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദ സമരവും അതുപോലെ തന്നെ ചമ്പാരൻ സമരവും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അടുത്തത്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികളിൽ മൗണ്ട് ബാറ്റൺ പ്രഭു അംഗമായിരുന്നില്ല, അതുപോലെ തന്നെ ഇർവിൻ പ്രഭുവും അംഗമായിരുന്നില്ല. ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി, 2 മാത്രം. കഴ്സൺ പ്രഭുവാണ് അത് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയെന്നുള്ളത് ഈ സൈനിക സഹായ വ്യവസ്ഥയായി ബന്ധമല്ലാത്ത ഇതാണ്. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വരുന്നത് നടപ്പിലാക്കിയത് 1798 അത് കറക്റ്റായിട്ടുള്ളതാണ്. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണമെന്ന് പറയുന്നത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന പേര് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകളാണ്. അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി. അപ്പം 1ഉം 4ഉം വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്ന് സ്വീകരിച്ചതാണ്? ഓപ്ഷൻ ഡി, അയർലാൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഓപ്ഷൻ ബി, മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഓപ്ഷൻ ബി, രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി, രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ സി, പാർലമെൻറ്റിന്. താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഇത് ശരിയായ പ്രസ്താവനയാണ്. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. അപ്പോൾ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, 2ാമത്തെ മാത്രമാണ് ശരിയല്ലാതിരിക്കുന്ന പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? ഇതിൽ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ രചനകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ആദിഭാഷ എന്ന് പറയുന്നതും ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. അപ്പോൾ 1ഉം 4ഉം ആണ് കറക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടത് കോവിലകത്തും വാത്തുക്കൽ, ഇത് ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതും ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. അപ്പോൾ 1ഉം 2ഉം 4ഉം ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, അത് ശരിയായ പ്രസ്താവനയാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതും കറക്റ്റാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി.
അടുത്തത് 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം ഏതാണ്? ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? NK സിംഗ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15-നാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് പറയുന്നത് മഹലന നോബിസാണ്. അപ്പോൾ ഓപ്ഷൻ ബി 4 ശരിയാണ്. അടുത്തത്, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. അടുത്തത്, പശ്ചിമ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? പശ്ചിമ ബംഗാളിലെ കണ്ടൽ വനങ്ങളാണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ അസം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല? ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളത് ഓപ്ഷൻ ഡി മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത? NH 744. ഡക്കൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ ഭാഗം? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല? പാലക്കാട്. അടുത്തത്, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിൽ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്? നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? വെള്ളായണി കായൽ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്? കുമളി. ഇന്ത്യയിൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ ആലുവ.